ശ്രീനാഥ് ചന്ദ്രൻ ജമ്മുവിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീനാഥ്, എന്താണ് ജമ്മുവിലെ സാഹചര്യം? അവിടെ നിരവധി പേരെ ഈ ക്യാമ്പുകളിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. അവർ എന്ത് പറയുന്നു? തിരികെ വീടുകളിലേക്ക് മടങ്ങിപ്പോകാൻ ആയോ അവർക്ക്? പ്രജിൻ, ഏതായാലും ഇന്നും ക്യാമ്പുകളിൽ തന്നെയാണ് ഈ ആളുകളൊക്കെ തന്നെ കഴിയുന്നത്. അതിർത്തി മേഖലകളിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങൾ ഒഴിപ്പിച്ച ആളുകളാണ് ഈ ക്യാമ്പുകളിൽ ഇപ്പോൾ കഴിയുന്നത്. അവർക്ക് പലർക്കും തിരികെ പോകാൻ പേടിയുണ്ട് എന്ന് അവർ തുറന്നു തന്നെ പറയുന്നുണ്ട്. മാത്രമല്ല, മറ്റെവിടേക്കെങ്കിലും മാറി താമസിപ്പിക്കാൻ കഴിയുമെങ്കിൽ സർക്കാർ ആ തരത്തിലുള്ള നടപടി സ്വീകരിക്കണം എന്ന് അവർ പറയുന്നു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വെടിവെപ്പും വെടിനിർത്തലും ഒന്നും ആദ്യത്തെ ഒരു സംഭവമല്ല. കാലാകാലങ്ങളെ ഇന്ത്യക്ക് പാകിസ്ഥാനിടയിൽ വെടിനിർത്തൽ കരാറുകൾ രംഗത്ത് വരാറുണ്ട്. പക്ഷേ അങ്ങനെ ഉള്ളപ്പോൾ പോലും വെടിവെപ്പ് പലപ്പോഴും ഈ ലൈൻ ഓഫ് കൺട്രോളിൽ നടക്കുന്നതുമാണ്. അതുകൊണ്ട് ഈ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ശാശ്വതമായ ഒരു സമാധാനമാണ് യഥാർത്ഥത്തിൽ അവർ ആഗ്രഹിക്കുന്നത്. അതില്ലാതെ വീണ്ടും ഈ തരത്തിൽ ഒരു ദുരിത ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ബുദ്ധിമുട്ടുകളാണ് അവർ പറഞ്ഞത്. പ്രത്യേകിച്ച് ഈ തരത്തിൽ വളരെയധികം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാവുകയും യുദ്ധം കണക്കെ രണ്ട് രാജ്യങ്ങളും തമ്മിൽ വെടിവെപ്പ് അടക്കം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനിടയിൽ പെട്ടുപോകുന്ന ആളുകളാണ്. അപ്പോൾ ആ മനുഷ്യരാണ് ഇപ്പോഴും ക്യാമ്പുകളിൽ തന്നെ ഭയത്തോടെ തന്നെ കഴിയുന്നു. തിരിച്ചുപോക്കിനെ കുറിച്ച് ഇപ്പോൾ അതിൽ ഭൂരിഭാഗം പേരും ആലോചിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ ജമ്മുവിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഉണ്ടായിരുന്ന ഒരു കാഴ്ചയല്ല. ഇന്നിപ്പോൾ കുറച്ച് സമാധാനം എല്ലാവരുടെ മുഖത്തും കാണുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് ഈ വെടിനിർത്തൽ കരാറിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നതോടെ വലിയ സന്തോഷമുണ്ടായിരുന്നു. പക്ഷേ മണിക്കൂറുകൾക്കുള്ളിൽ അത് മാറി. വീണ്ടും പ്രശ്നമാണ് എന്ന തോന്നലുണ്ടായി. പക്ഷേ രാത്രിയോടെ എല്ലാം ഒന്നും അടങ്ങി. ഇന്നലെ രാത്രി മുഴുവൻ പിന്നീട് ഒരു പ്രശ്നവും ഉണ്ടായില്ല. രാവിലെയും സമാധാനപരമായി മുന്നോട്ട് പോകുന്നു. ഇന്ന് രാത്രി കൂടി ഇതേ കണക്ക് മുന്നോട്ട് പോയാൽ അവർക്ക് അത് നൽകുന്ന ആത്മവിശ്വാസം ചെറുതാവില്ല. അതുകൊണ്ട് ആ തരത്തിൽ മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ജമ്മുയുടെ ആകാശത്തിൽ ഇന്നലെ രാത്രി ഏതെങ്കിലും തരത്തിലുള്ള ഡ്രോണുകളോ മറ്റോ എത്തിയിരുന്നില്ല. പ്രജിൻ, ശ്രീനാഥ് ചന്ദ്രനാണ് ജമ്മുവിൽ വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും വാർത്താ സമ്മേളനം 6:30 3 സേനാ പ്രതിനിധികളും ഉണ്ടാകുമെന്ന്, അത് ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഒരു ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശദീകരണം അതിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.